അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു അടിപൊളി മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ആകെ ഒരു 3-4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിത് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒരു ഗ്യാതറിങ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അത്യാവശ്യം കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 ലെയറായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും അളവ് ഞാൻ ക്ലിയറായിട്ട് അതിൽ ചേർക്കാൻ നേരത്ത് ഞാൻ പറയാം. ആദ്യമായിട്ട് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ വിപ്പിംഗ് ക്രീമാണ്. ഞാനിവിടെ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു 2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ 2 കപ്പ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. വലിയ ഒരു പുഡിംഗ് ട്രേ കംപ്ലീറ്റ് ആയിട്ട് നിറച്ചും നമുക്കിത് കിട്ടും. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം നമ്മൾ ആദ്യം തന്നെ ഒരു ബീറ്ററിലേക്ക് എടുത്ത ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. സ്റ്റിഫ് പീക്കൊന്നും ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു സോഫ്റ്റ് പീക്കായി കിട്ടിയാൽ മതി. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു 3 ടീസ്പൂൺ ജെലാറ്റിൻ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. പുഡിങ് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്കാണ്. മാക്ടോപ്പിൻ്റെ ക്രീമിൽ ഓൾറെഡി കുറച്ച് മധുരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം മാത്രമേ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് മാംഗോയുടെ പൾപ്പാണ്. 2 വലിയ മാങ്ങയുടെ പൾപ്പാണിത്. ഞാനതൊന്ന് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തതാണ്. വെള്ളമൊന്നും ചേർക്കരുത്, വെള്ളമൊന്നും ചേർക്കാതെ എടുക്കണം. ഇപ്പോൾ 2 കപ്പിന് 2 വലിയ മാങ്ങ, അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോണത് മാംഗോ എസെൻസ് ആണ്. അത് നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ചേർക്കുന്നേ ഉള്ളൂ. നല്ലൊരു മാംഗോൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ, ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ അതും കൂടെ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജെലാറ്റിൻ ഒന്ന് ഉരുക്കിയെടുക്കാം. ഒന്നുകിൽ ഡബിൾ ബോയിൽ മെത്തേഡ് വെച്ചിട്ട് ഉരുക്കിയെടുക്കാം, അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് ഒന്ന് മൈക്രോവേവ് ചെയ്താൽ മതി. ഞാനിപ്പോൾ മൈക്രോവേവ് ചെയ്ത് ഉരുക്കിയെടുത്തതാണ്. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് വെക്കുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് നമുക്കിത് ഉരുക്കി കിട്ടും. ഇനിയിപ്പോൾ അതൊന്ന് തണുത്ത ശേഷം ജസ്റ്റ് ഒന്ന് തണുത്തോട്ടെ, അതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുക. ഒരുപാട് തണുക്കാൻ നിൽക്കേണ്ട, അപ്പോഴേക്കും അത് കട്ടയായി പോവും. ഭയങ്കര ചൂടോടുകൂടി ഒഴിക്കേണ്ട കേട്ടോ ക്രീമിലേക്ക്. ജസ്റ്റ് ഒന്ന് തണിഞ്ഞ ശേഷം ഇതിലേക്ക് ഒഴിച്ച് നമ്മുടെ ഈ ക്രീമിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ജെലാറ്റിൻ വേണ്ടാന്നാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഞാനിതിപ്പോൾ ഒരു പാർട്ടിക്ക് കൊണ്ടുപോകുന്നതാണ്, അപ്പോൾ മര്യാദയ്ക്കൊന്ന് സെറ്റായി കിട്ടണം എന്നുള്ളത് കൊണ്ട് ജെലാറ്റിൻ ചേർത്തുന്നേ ഉള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് ഒന്നും ചേർക്കാൻ പറ്റില്ല, കാരണം വിപ്പിംഗ് ക്രീമിനെ ചൈന ഗ്രാസ് സെറ്റ് ചെയ്യില്ല. ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയതാണ്, പക്ഷേ വിപ്പിംഗ് ക്രീം നമുക്ക് ചൈന ഗ്രാസ് വെച്ച് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല, എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രേ പണിയുള്ളൂ. ഇനി നമ്മളിത് പുഡിങ് അസംബിൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു പുഡിങ് ട്രേ എടുക്കുക. ഇതിൻ്റെ ഫസ്റ്റ് ബേസായിട്ട് ഞാൻ കൊടുക്കുന്നത് ലേഡീസ് ഫിംഗർ ബിസ്ക്കറ്റാണ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബിസ്ക്കറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് എന്താ പറയുക, ഈ ബിസ്ക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു കേക്കിൻ്റെ പരുവായിട്ട് കിട്ടും. നമ്മളിതുപോലെ പാലിലൊന്ന് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പാലാണത്. പാലിൽ ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട്, അത് മധുരത്തിന് വേണ്ടി ജസ്റ്റ് ഒന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് മിക്സ് ചെയ്തതാണ് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഈ ഓരോ ബിസ്ക്കറ്റും എടുത്ത് ഒന്ന് സോക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്താൽ മതി. ഒരുപാട് നേരം മുക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അത് അലിഞ്ഞു പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുക്കുക, ഇതിലേക്ക് നിരത്തി കൊടുക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്ങയാണിത്. ഇതിപ്പം ഒരു വലിയ മാങ്ങ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ മാങ്ങ അടിയിൽ ഇങ്ങനെ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ നന്നായിട്ട് മാങ്ങ സ്പ്രെഡ് ചെയ്യാം. അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം സ്പ്രെഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പണി. പിന്നെ അതേ സ്റ്റെപ്സ് തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഞാനിവിടെ ഇപ്പം ഡബിൾ ലെയറായിട്ടാണ് കൊടുത്തത്. നിങ്ങൾക്ക് ഒരു ലെയർ, ഓരോന്നും ഓരോ ലെയർ മതി എന്നാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ 3 ലെയറായിട്ടുള്ളൊരു പുഡിങ് കിട്ടും. അപ്പോൾ ക്രീം ലെയറും നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ഓരോന്നും നമുക്ക് സെറ്റ് ചെയ്യാം. ഓരോ ലെയറായിട്ട് പിന്നെയും സെറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാ ലെയറും
സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കണ്ടോ എൻ്റെ ട്രേ കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞു കഴിഞ്ഞു. ഇനി അതിലേക്ക് തീരെ സ്ഥലമില്ല. എന്നിട്ടും എനിക്ക് കുറച്ച് ക്രീം ബാക്കിയേനു. അത് ഞാൻ വേറൊരു പാത്രത്തിൽ ഒഴിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുക ചെയ്തത്. ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. മിനിമം ഒരു 2 hours നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഞാനിപ്പോൾ രാത്രിയാണ് ഉണ്ടാക്കിയത്. ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പം ഇതിപ്പോൾ രാവിലെ ഞാൻ എടുത്തതിന് ശേഷമുള്ള വീഡിയോ ആണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത മാംഗോസും പിന്നെ ഒരു ചെറിയ ലീവ്സ്, സാലഡിലൊക്കെ ഇടുന്ന ദിൽ ലീവ്സാണ്, അതും വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തതാണിത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഞാനിപ്പോൾ ജെലാറ്റിൻ ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലായിരുന്നെങ്കിൽ നമുക്കൊരു ക്രീമി ടെക്സ്ചറിലാണ് കിട്ടുള്ളൂ. ജെലാറ്റിൻ ഇട്ടിട്ടില്ലെങ്കിൽ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അതൊരുമാതിരി ക്രീം പോലെ, ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ടെക്സ്ചർ പോലെയേ നമുക്ക് കിട്ടുള്ളൂ. ഞാനിപ്പോൾ പാർട്ടിക്ക് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇപ്പോൾ ജെലാറ്റിൻ ഇട്ട് നന്നായിട്ട് അങ്ങ് സെറ്റാക്കിയത്. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഞാനിത് കൊണ്ടുപോയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും അടിപൊളി റെസിപ്പീസുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ആ കൂടെ വരുന്നൊരു ബെൽ ഐക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.